ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിൽ കലാപം നടത്തുന്നതെന്ന് ആയത്തുള്ള അലി ഖമേനി. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കൂട്ടം മാത്രമെന്നും ഇറാൻ ആത്മീയ നേതാവ്. ട്രംപിന്റെ പിന്തുണയാണ് പ്രക്ഷോഭകാരികൾ പൊതുമുതൽ നശിപ്പിക്കാൻ കാരണമെന്നും ഖമേനി. പ്രക്ഷോഭകർക്കെതിരായിട്ടുള്ള നീക്കങ്ങളിൽ നിന്നും പിന്മാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. جمهوری اسلامی با خون چند صد هزار انسان شریف روی کار آمده در مقابل کسانی که تخریبگرند جمهوری اسلامی کوتاه نخواهد آمد. വിവരങ്ങളുമായി ഐസൻ ജോസ് നമുക്കൊപ്പം ചേരുകയാണ്. ഐസൻ, ഈ ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിലെ കലാപം എന്ന നിലപാടാണ് ഖമേനി സ്വീകരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കേൾക്കാം. വലിയ ആവേശം കൊള്ളിക്കുന്നുണ്ട് അവിടെയുള്ള സദസ്സിനെ. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ട്രംപിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ചില പ്രക്ഷോഭകാരികൾ നീങ്ങുന്നു, അല്ലെങ്കിൽ ഇറാനിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നേരത്തെയും ആയത്തുള്ള അലി ഖമേനി പറഞ്ഞ ഒരു വാക്കുകളാണ്. അദ്ദേഹം അത് വീണ്ടും ആവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ ഇത്തരത്തിലൊരു പ്രകൃതം തന്നെയാണ് അവിടെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെയെല്ലാം അവിടെയുള്ള ഈ രീതിയിലുള്ള ആ വിശ്വാസ ശൈലി പിന്തുടരുന്നവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്വാഭാവികമായും അതേ നിലപാട് തന്നെ അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു. ട്രംപിന് വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ്, അവരോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് കൃത്യമായി പറയുകയും നമ്മൾ ഇസ്ലാമിക രക്തം നിരവധി ചിന്തിയവരാണ്, ഇസ്ലാമിക രാഷ്ട്രത്തിൽ നിന്നുള്ള രാഷ്ട്രമെന്ന ആശയത്തിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോകില്ല എന്ന നിലപാടുമാണ് ഇപ്പോൾ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിരിക്കുന്നത്. അതീവ ഗൗരവതരമായ ഒരു നിലപാടായി തന്നെ അതിനെ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ഈ പ്രശ്നത്തിന്റെ ഉത്തരവാദിത്വം നേരത്തെ ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം, ഏറ്റെടുക്കുന്ന ഒരു നിലപാട് അദ്ദേഹം തന്നെ, അതായത് ആയത്തുള്ള അലി ഖമേനി തന്നെ മുന്നോട്ട് വയ്ക്കുകയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അതേ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകം തിരിഞ്ഞ രീതിയിൽ മറ്റൊരു ഭാഷ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഈ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കങ്ങൾ നടത്തും, അമേരിക്കയുമായി വിട്ടുവീഴ്ചയില്ലാതെ പോരാടുമെന്ന രീതിയിലൊക്കെ പറഞ്ഞു വെക്കുന്നത് ഇസ്ലാമിക ഭീകരതയെ വീണ്ടും ചേർത്ത് പിടിക്കുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രമായി ഇറാനെ നിലനിർത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന ഒരു സൂചന തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായും ഗൗരവമേറിയ ഒരു സാഹചര്യം ഇതിന് പിന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെയാണ് മോസ്കോയിലേക്ക് നാടുകടക്കാനുള്ള ചില നീക്കങ്ങളൊക്കെ നടത്തിയെങ്കിലും അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ഇറാനിലാണ് ഉള്ളത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എങ്കിൽ കൂടി മോസ്കോയിലേക്ക് കടന്നോ, അവിടെയാണോ ഈ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് മുൻപ് ഒരുക്കിയതാണോ എന്ന വിവരങ്ങളും ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ വലിയൊരു പ്രക്ഷോഭത്തിനുള്ള ഒരു നീക്കം തന്നെ, അതായത് ഈ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നവരെ അടിച്ചമർത്താനുള്ള ഒരു നീക്കമാണ് കൃത്യമായി ഉണ്ടാകുന്നത്. ഈ അടിച്ചമർത്താനുള്ള നീക്കം സ്വാഭാവികമായി ഇന്ന് ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളുടെ ചില കണക്കുകൾ പ്രകാരം 48 സാധാരണക്കാർ മരിക്കുകയും 14 പോലീസ് ഉദ്യോഗസ്ഥർ, സൈനിക, പോലീസ്, സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആക്രമണങ്ങളിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. 13ാമത്തെ ദിവസവും ഈ പ്രക്ഷോഭം തുടർച്ചയായി ഇറാനിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പ്രക്ഷോഭം ഈ നാണയപ്പെരുപ്പവുമായി ബന്ധപ്പെട്ടും, അതായത് നാണയത്തിന്റെ മൂല്യം ഇടിഞ്ഞത് സംബന്ധിച്ചുമുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭം തുടരുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രമായി തന്നെ തുടരുമെന്നും അതിനായി ചിന്തിയ രക്തം നഷ്ടപ്പെടുത്തില്ല എന്ന രീതിയിലൊക്കെ ആവേശം കൊള്ളിക്കുന്ന ഇത്തരം പ്രസംഗങ്ങൾ നടത്തി ആയത്തുള്ള അലി ഖമേനി ജനങ്ങളെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതും പ്രക്ഷോഭകാരികൾക്കെതിരെ ജനങ്ങളെ തിരിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതും. രാഖി. ശരി ഐസൻ, ഡൊണാൾഡ് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഇറാനിൽ കലാപം സൃഷ്ടിക്കുന്നത് എന്നാണ് ആയത്തുള്ള അലി ഖമേനിയുടെ വാക്കുകൾ. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ഐസൻ ജോസ്.